ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ലെറ്ററിങ് ഐഡിയാസാണ്. നമുക്ക് 2 കാർഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ലെറ്ററിങ്ങിനെ കുറിച്ചും കാലിഗ്രാഫിയെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്ററിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല കട്ടിയുള്ള പേപ്പറാണ്. അതുപോലെ തന്നെ ബ്രഷ് പെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പെന്നിനനുസരിച്ച് നിങ്ങൾക്ക് പേപ്പറും ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ലെറ്ററിങ് സ്റ്റാർട്ട് ചെയ്യാം. എഴുതി കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ടോംബോയുടെ ഫൗണ്ടൻ എസ്ക്യൂ ബ്രഷ് പെൻസാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് പെൻസ് തന്നെ വേണമെന്നില്ല, സാധാരണ പെന്ന് യൂസ് ചെയ്തിട്ട് ലെറ്ററിങ്ങും കാലിഗ്രാഫിയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് വാട്ടർമെലനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വാട്ടർമെലൻസ് വരച്ചു കൊടുക്കാം. ആ എഴുതിയിരിക്കുന്നതിൻ്റെ ചുറ്റുമായിട്ട് റാൻഡമായിട്ട് കുറച്ച് സെമി സർക്കിൾസും ട്രയാങ്കിൾസും ഒക്കെ റെഡ് കളർ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഒരു വാട്ടർമെലൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതെല്ലാം റാൻഡംലി ചെയ്താൽ മതി, ഒരുപാട് പെർഫെക്ഷനിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ചെറിയ ഡോട്ട്സൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ടൊക്കെ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കാർഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ യൂസ് ചെയ്ത സെയിം പേപ്പർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ 3 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാർഡ് നിങ്ങൾക്ക് വാട്ടർ കളർ യൂസ് ചെയ്തിട്ടും സെയിം പ്രൊസീജിയറിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ബ്രഷ് പെൻസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ കുറച്ച് സർക്കിൾസ് വരച്ചെടുക്കാനുണ്ട്. റാൻഡമായിട്ട് ചെറുതും വലുതുമായിട്ട് കുറച്ച് സർക്കിൾസ്. ഞാനിവിടെ ബ്രഷ് പെന്ന് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ പെൻസ് നല്ല പിഗ്മെൻറ്റഡ് ആണ്. അത്രയും പിഗ്മെൻറ്റേഷൻ നമുക്ക് പേപ്പറിൽ വേണ്ട, അതുകൊണ്ടാണ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഈ 3 കളർ യൂസ് ചെയ്തിട്ടും ചെറുതും വലുതുമായിട്ട് സർക്കിൾസ് അവിടെ ഇവിടെയായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഒരു ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് റാൻഡമായിട്ട് സൈഡിലൊക്കെ കൊടുക്കാം. ഓക്കെ, അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കിനി എഴുതി കൊടുക്കാം. എഴുതാനായിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത ടോംബോയുടെ സെയിം ബ്രഷ് പെൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 2 കാർഡിൽ ഏത് കാർഡാണ് കൂടുതൽ ഇഷ്ടമായെന്ന് പറയുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.